ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അവസാന ഭാഗമായ പാലച്ചിറമാട് ഭാഗത്താണ്. പാലച്ചിറമാട് ഭാഗത്ത് ഇവിടെ ഒരുപാട് നല്ല പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, ഇവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് വെച്ച് കാണാം. ഈ ഭാഗത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് മണ്ണും കൂടെ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വാഹനങ്ങൾ പോകുന്ന ആ ഭാഗത്തുള്ള റോഡും കൂടെ മണ്ണ് എടുത്ത് മാറ്റാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞത് നമുക്ക് കാണാം. ഇവിടെ ഫിക്സ്ഡ് ക്രാഷ് ബാരിയറാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ഇവിടെ വെച്ചുണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പല വീഡിയോയിലും നിങ്ങൾ ഇവിടത്തെയൊക്കെ ഡ്രോൺ ഷോട്ടുകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ താഴെയുള്ള ഇറങ്ങിയിട്ടുള്ള വീഡിയോ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് വിശദമായിട്ട് ഇറങ്ങി എല്ലാ ഭാഗത്തും ഒന്ന് പോയി നോക്കിയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ തരുന്നൊരു അംഗീകാരമാണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക. അപ്പം നമുക്ക് ഈ ഭാഗത്ത് എന്തൊക്കെയാണെന്നൊന്ന് വിശദമായിട്ടൊന്ന് ഇറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നോക്കിയിട്ട് കാണാം. ഇതിൻ്റെ ഭാഗത്ത് അടിഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭാഗമായിട്ടുള്ള മണ്ണ് അമർത്തി വെക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ പഴയ ഹൈവേ. അപ്പോൾ വയഡക്റ്റിൻ്റെ പണി കുറേ മുന്നേ തന്നെ ഇവിടെ കഴിഞ്ഞത് നമുക്ക് കാണാം. കുറേ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ ജോയിൻറ്റ് ചെയ്യുന്ന വർക്ക് ഇനി നടക്കേണ്ടതുണ്ട്. ബാക്കി ഇവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല കുറേ ഭാഗത്ത് ഒരേ ലെവലിൽ മണ്ണ് ഫില്ലാക്കി വെച്ചതും കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ ഈ ക്രാഷ് ബാരിയർ ഒരു മീഡിയം ഇത് വെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഭാഗത്ത് അവിടെ ടാറിങ് ഒക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ വയഡക്റ്റിൻ്റെ മുകളിൽ. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലച്ചിറമാട് ഭാഗത്താണ് ഇത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു പാലം ഇങ്ങനെ വയഡക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നുക. കാരണം ഇതൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വർക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഭാഗത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു വർക്കൊന്നും ഇതിന് മുന്നൊന്നും വന്നിട്ടില്ല. ആളുകൾക്ക് തന്നെ ഇതൊരു അതിശയത്തോടെയാണ് ഇത്രയും വലിയ പാലങ്ങളും റോഡൊക്കെ കാണുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് അധികം വൈകാതെ തന്നെ ഇപ്പോൾ കഴിയുന്നു. പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഭാഗത്ത് മുന്നോട്ട് കുറച്ച് ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടാറിങ് ഒക്കെ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വെയിലില്ലാത്തതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിൻ്റെ കുറവുണ്ടാവും. പക്ഷേ എല്ലാ എസ് ടു സെഡ് മുതൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത്. പക്ഷേ ഒരുവിധം ആളുകൾ ഇതിൻ്റെ അടിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഇത് ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് പോകേണ്ടത്, ഈ വയഡക്റ്റിൻ്റെ. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്ന് കാണുമ്പോഴാണ് ഇത് വേറെ എവിടെയോ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നും. അത്രയ്ക്കും മാറ്റമാണ് ഈ നമ്മുടെ ഈ നാടിൻ്റെ ഈ പച്ചപ്പിലൂടെ ഒരു വലിയ ഒരു വയഡക്റ്റ് പാലം ഇതിൽ കൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ വേറെ എവിടെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള വർക്കുകളാണ് പല ഭാഗത്തും വരുന്നത്. ഇതാണ് ഈ താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ച. വളരെ സ്പീഡിൽ തന്നെയാണ് വർക്കൊക്കെ നടക്കുന്നത് പല ഭാഗത്തും. ഇപ്പോൾ അധിക ഭാഗത്തും നടക്കുന്ന വർക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള
ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അധിക ഭാഗത്തും നടക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ പല ഭാഗത്തും നടക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെ ടാറിങ്ങിൻ്റെ മുന്നോടിയായുള്ള ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത വർക്കായിരിക്കും ടാറിങ്. അതിൻ്റെ മുന്നോടിയുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരത്തിൽ വയഡക്റ്റ് ഉണ്ട്. ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ കാണും വയഡക്റ്റിൻ്റെ നീളം ഇവിടെ. അപ്പോൾ ആ കാണുന്നതാണ് മമ്മാലിപ്പടി പറഞ്ഞ ഭാഗം. അവിടെ ഒരു തിരൂരിലേക്കൊക്കെ പോകുന്ന ഒരു അണ്ടർപാസ് ഉണ്ട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് വയഡക്റ്റിൻ്റെ ഈ എൻഡ് ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കട്ട വെച്ച് പൊക്കി മണ്ണിട്ട് നിറക്കുന്ന ഒരു വർക്കാണ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇതാ കുറച്ച് ഭാഗത്തൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് പൊക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. ലോറികളൊക്കെ അവിടെ കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറച്ച് ഭാഗം മണ്ണ് ഫില്ലാക്കാനുള്ളതാണ്. അവിടെ കാണുന്ന ആ ഭാഗം എന്താ പറഞ്ഞാൽ ഒരു ചെറിയ തോടാണ്. ആ തോടിൻ്റെ കുറുകെയുള്ള ഒരു ചെറിയ പാലം. അതിൻ്റെ മുകളിലും കുറച്ച് ഭാഗത്തൊക്കെ മണ്ണിട്ട് നിറക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് അവിടുത്തെ വർക്ക് കാണുന്നത്. ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ തിരൂർ റോഡ്. തിരൂർ റോഡിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. അതുപോലുള്ള ആ ഭാഗമാണ് കാണുന്നത്. അങ്ങോട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് പോയി നോക്കിയിട്ട് കാണാം അവിടുത്തെ ബാക്കിയുള്ള എന്തൊക്കെ കാഴ്ചകളെന്ന്. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ ഈ ഇത് കാണാം നമുക്ക്. അതായത് വയഡക്റ്റ് ബ്രിഡ്ജും ഇവിടെയുള്ള കട്ട വെച്ച് വർക്കും കൂടി കുറച്ച് നല്ല അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് കാണാനാണ് വർക്ക് നടക്കേണ്ടത്. അത് എങ്ങനെയാണ് എനിക്കറിയില്ല. അത് പിന്നെ ജോയിൻറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ സ്ലോവിലാണ് തോന്നുന്നുണ്ട്. ഈ പാടത്തിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നത്. ഇവിടെ കുറേ ആയിട്ടും ഇതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വല്ലാതെ സ്പീഡിലൊന്നും കാണുന്നില്ല. ആ ഭാഗത്തൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ മമ്മാലിപ്പടി കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ സ്വാഗതമാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈറ്റിങ്ങിൻ്റെ തൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചില ഭാഗത്തൊക്കെ വയറിങ് വരെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയും കാഴ്ചയുമായിട്ട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.